ഹായ്, ഇന്നൊരു പുതിയ പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് വേണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ഫീച്ചേഴ്സ് ആയാലും ഒരുപാട് ഫീച്ചേഴ്സ് ക്യാമറയിൽ ഇപ്പോൾ എല്ലാ ആളുകളും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഫീച്ചേഴ്സിനെ കുത്തി നിറച്ചും കൊണ്ട് ഒരു ബ്രാൻഡ് വന്നിട്ടുണ്ട്. അതാണ് TP-Linkന്റെ വിജി സീരീസ്. അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത CCTV ക്യാമറയാണ് TP-Link വിജി എന്ന് പറയുന്ന ഈ മോഡൽ ക്യാമറ. ഇത് 3 മെഗാപിക്സൽ ക്യാമറയാണ്. 3 MB ഔട്ട്ഡോർ ഫുൾ കളർ 3 MB ക്യാമറ. അപ്പോൾ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇതിന്റെ പാക്കിംഗ് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ പാക്കിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളി പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു നല്ല പാക്കിംഗ് ആണ്. ഇത്രയും നല്ലൊരു പാക്കിംഗ് ഈ ഒരു മാർക്കറ്റിൽ വേറൊരു ബ്രാൻഡും CCTV നമ്മുടെ റെഗുലർ സീരീസിൽ ഇറക്കിയിട്ടില്ല. അപ്പോൾ നല്ലൊരു പാക്കിംഗ് ആണ്. അപ്പോൾ ഈ പാക്കിങ്ങിൽ ക്യാമറയുടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. 2 ഇയർ വാറണ്ടിയാണ്. 2 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അവർ സ്പോട്ടിൽ റീപ്ലേസ് ചെയ്ത് പുതിയ സാധനം തരും. 3 മെഗാപിക്സൽ ആണ്. H265+ ആണ്. അത് കംപ്രഷൻ റേഷ്യോ കൂടുതലാണ്. H265+ ഉണ്ടാവുകൊണ്ട് തന്നെ കൂടുതൽ റെക്കോർഡിംഗ് കിട്ടും. നമുക്ക് സാധാരണ ഇപ്പോഴുള്ള ബ്രാൻഡ് പുതിയതായിട്ട് വരുന്ന ബ്രാൻഡുകളെല്ലാം തന്നെ H265+ ആയിട്ടുണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡ് ലെവലിലുള്ള എല്ലാ ബ്രാൻഡുകളും. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ AI ഫംഗ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി AI ഫംഗ്ഷൻസ് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ AI ഫംഗ്ഷനിൽ എന്തൊക്കെ വേണോ അതെല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള ക്യാമറയിൽ തന്നെ സ്റ്റാർട്ടിങ് AI ഫംഗ്ഷൻസ് ഒരുപാട് AI ഫംഗ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഹ്യൂമൻ വെഹിക്കിൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സ്മാർട്ട് ഡിറ്റക്ഷൻ ഉണ്ട്, IP67 ആണ്. അതായത് വാട്ടർ പ്രൂഫ് ക്യാമറകളാണ്, വെതർ പ്രൂഫ് ക്യാമറകളാണ്. ബിൽറ്റ് ഇൻ മൈക്രോഫോൺ, ഇൻബിൽഡ് മൈക്കുള്ള ക്യാമറയാണ്. നമ്മൾ മൊബൈൽ ഫോൺ റിമോട്ട് മോണിറ്ററിംഗ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ആണോ, ഒട്ടനവധി ഫീച്ചേഴ്സ് ഇത് ബാക്കിൽ ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. മോഷൻ ഡിറ്റക്ഷൻ, ഏരിയ ഇൻട്രൂഷൻ, ഒബ്ജക്ട് റിമൂവൽ ഡിറ്റക്ഷൻ, ലൈൻ ക്രോസിംഗ്, ക്യാമറ ടാമ്പറിംഗ്, അബണ്ടന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ, ഇങ്ങനെ ഒരുപാട്. അതായത് അബണ്ടന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ AI ഫംഗ്ഷനിൽ അത്രയും നല്ല ക്യാമറകളിൽ മാത്രമേ വരാറുള്ളൂ. എന്തെങ്കിലും സാധനം നമ്മൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് ഡിറ്റക്ഷൻ വരുന്ന ഇതാണ് ഇത്. പിന്നെ ഒബ്ജക്ട് റിമൂവൽ, എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ നമ്മൾ റിമൂവ് ചെയ്ത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനുള്ള ഡിറ്റക്ഷൻ വരെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബ്രാൻഡ്, അതും ഇത്രയും പ്രൈസ് കുറച്ചിട്ട് ഒരു കമ്പനി കൊടുത്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ല പാക്കിംഗ് ആണ്, ഫുള്ളി കവേർഡ് ആണ്. പാക്കിംഗ് നോക്കിക്കോ, മുകളിൽ അത്രയും നല്ല പാക്കിംഗ് ആണ്. അതിൻ്റെ കാറ്റലോഗും മാനുവൽസും എല്ലാം ഇതിനുണ്ട്. ക്യാമറ ഡ്രിൽ ചെയ്ത് സ്ക്രൂ ചെയ്യാനുള്ള ഫംഗ്ഷൻ അത് എല്ലാ ബ്രാൻഡിലും ഉണ്ടാവാറുണ്ട്. എല്ലാ ആക്സസറീസും എല്ലാ ബ്രാൻഡിലും ഉള്ള പോലെ തന്നെ ഉണ്ട്. നമുക്ക് ക്യാമറ കാണാം. നല്ല സ്ക്രൂ ആട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള, അതായത് 1.5 ഇഞ്ച് വലുപ്പമുള്ള സ്ക്രൂസാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ സാധനവും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ഞാൻ ഇത്രയും വലിയ സ്ക്രൂ വേറെ ബ്രാൻഡിലും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രിപ്പായാലും നല്ല ഗ്രിപ്പാണ്, ക്വാളിറ്റിയിലെ ഗ്രിപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലോക്കൽ, ബാക്കി ഒരുവിധം ബ്രാൻഡുകളിലൊക്കെ ഒരു ലോക്കൽ സാധനം, ഇത് നല്ല സാധനമാണ്. ക്യാമറ കാണാം. ഇതാണ് ക്യാമറ കാണാം. ക്യാമറയുടെ 4 LEDs വരുന്നുണ്ട്. 2 IR LEDs ഒരു 2 ഫ്ലാഷ് LEDs ആയിട്ടാണ് കമ്പനി കൊടുത്തത്. ഇത് സ്മാർട്ട് ഡുവൽ LEDs ആണ്. ഞാൻ മുൻകാലങ്ങളിൽ ഹൈബ്രിഡ് ക്യാമറാസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ സ്മാർട്ട് വ്യൂ ഉള്ള ക്യാമറാസിൻ്റെ എന്താണ് ഫംഗ്ഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവിടെ TP-Link എന്നുള്ള പേര് ഇവിടെ അവർ ബ്ലാക്ക് കളറിൽ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പിലാണ് ക്യാമറ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് ആണ്, മെറ്റലല്ല. ഇനി ഇവിടെ നമുക്കുണ്ടോ സ്ക്രൂ ചെയ്തിട്ടുണ്ട്, ക്യാമറ സ്ക്രൂ ചെയ്യാണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് 4 സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 4 സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ ബ്രാൻഡിലും നമുക്ക് ഈ ക്യാമറൻ്റെ ഹൗസിങ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന CCTV ടെക്നീഷ്യന്മാർ അറിയാൻ പറ്റുന്നത് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളത്, അതായത് ഇതിന് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല.
എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയതാണ്. ചിലപ്പോൾ ഇത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാനും പറ്റും, പക്ഷെ എങ്കിൽ പോലും ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം മുകളിലേക്കും താഴത്തേക്കും പൊക്കാനും അതുപോലെ സൈഡിലേക്ക് തന്നെ അങ്ങനെ ടിൽറ്റ് ചെയ്യാനും മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് ക്യാമറ പ്ലേസ് ചെയ്യേണ്ട സ്ഥലവും അത് വെക്കേണ്ട രീതിയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കണം. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് ഞാൻ അതിൽ നിന്ന് പറയാം. ഞാൻ ക്യാമറ ഇങ്ങനെയാണ് ക്യാമറൻ്റെ വയേഴ്സ് എല്ലാം വരുന്നത്. ഈ ക്യാമറ ഞാനൊരു 20 ക്യാമറകളോ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി വിഷ്വൽസിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി NVR നമുക്ക് നോക്കാം. NVRൻ്റെ പാക്കിങ് നോക്കി നോക്കൂ. നല്ല പാക്കിംഗ് ആണ്, എല്ലാവരും നല്ല പാക്കിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. 8 ചാനൽ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറാണ്. TP-Link വിജി വരുന്നത്. അത് H265+ നല്ല കംപ്രഷൻ വിഷയമുള്ളതാണ്. ഇതിൻ്റെ AI ഫങ്ഷൻസ് വരുന്നത് ക്യാമറയിലാണ്. ഇത് 8 ചാനൽ ലൈവ് വ്യൂ, 4K വീഡിയോ ഔട്ട്പുട്ട്, 4K വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ പ്ലേ ബാക്ക്, അതായത് നമുക്ക് AI ഫംഗ്ഷൻ വെച്ചും കൊണ്ട് പ്ലേ ബാക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഇതിൽ. അത് നമുക്ക് കാണാം. റിമോട്ട് മാനേജ്മെൻറ്റ്, സ്ട്രീം ലൈനഡ് സെറ്റപ്പ്, മാസ് സ്റ്റോറേജ്, അതായത് 10 TB വരെ സ്റ്റോറേജ് ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു NVR ആണ്. ഇനി NVR ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. NVR ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്താണ്. അതാണ് ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് ഇരിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി എടുത്തത് ഒരു കോൺഫിഗർ ചെയ്ത് വെച്ചതാണ്. ഒരു TP-Linkൻ്റെ ഒരു CCTV വാർണിംഗ് എന്നുള്ള ഒരു സ്റ്റിക്കർ അവർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ചിലപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഒക്കെ ഞങ്ങളുടെ CCTV സ്റ്റിക്കേഴ്സ് ഉണ്ടായിരിക്കുന്നുണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ ഇത് കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ ഉപകാരപ്പെടാനുള്ള സാധനമാണ്. പിന്നെ അവരുടെ ഒരു ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡ്, നല്ല മൗസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൊടുക്കുന്ന മാതിരി തന്നെ സെയിം മൗസാണത്. ആ ക്വാളിറ്റിയിലുള്ള മൗസ് തന്നെ കൊടുത്തിട്ടുള്ളത്. നല്ല അഡാപ്റ്ററുകളാണ്. അഡാപ്റ്റർ നല്ല ക്വാളിറ്റിയുള്ള അഡാപ്റ്ററാണ്. അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് NVR കാണാം. ഇങ്ങനെയാണ് NVR വരുന്നത്. TP-Link വിജി വളരെ ചെറുതാണ്. നമ്മുടെ POE സ്വിച്ചസ് ഒക്കെ പോലെ അതേ ഒരു ഷേപ്പിലാണ് ഇവർ മേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു NVR ആണ്. ഫ്രണ്ടിലാണ് 2 USB പോർട്ട് വരുന്നത്. ഒരു ബാക്ക് മറ്റുള്ള കമ്പനികളിൽ ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ബാക്കിലും ഉണ്ടായിരിക്കും, പക്ഷേ ഇതിൻ്റെ രണ്ടും ഫ്രണ്ടിലാണ് വരുന്നത്. 2 USB പോർട്ട്, മൗസ് കുത്താനോ പെൻഡ്രൈവ് കുത്താനോ എന്തിനുള്ള 2 പോർട്ട് ഫ്രണ്ടിലാണ്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിൽ ഒരു ലാൻഡ് പോർട്ട് ഉണ്ട്, HDMI കേബിൾ, VG ഉണ്ട്, ഓഡിയോ ഔട്ട് ആൻഡ് ഇൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പവർ ഉണ്ട്. ഇനി ഇത് അഴിക്കേണ്ടത് എവിടെ വെച്ചാൽ ഇതിന് ഇത്രയും സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഇവിടെയും, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇത് അഴിക്കരുത്. ഇത് എർത്തിൻ്റെയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മാത്രം അഴിച്ചാൽ മതി. ഇത് സുഖമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പൊക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം കാണിച്ചു ജസ്റ്റ് ഒന്ന് അഴിച്ച് കാണിച്ചു തരാം. DVR ഓപ്പൺ ചെയ്തിട്ടുണ്ട്. DVR ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൽ നമുക്ക് സാറ്റ കേബിളോ പവർ കേബിളോ ഇല്ല. ഇതൊരു അവരുടെ പുതിയ ടെക്നോളജി തന്നെ ഡയറക്റ്റ് ഹാർഡ് ഡിസ്ക് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡാണെങ്കിലും ശരി, ഇങ്ങനെ ഒരു ബോർഡിൻ്റെ പാറ്റേൺ നമ്മൾ മുൻകാലങ്ങളും ബാക്കിയുള്ള CCTV ക്യാമറയിൽ കണ്ടിട്ടില്ല. കാരണം ഇത് പ്രത്യേക ഒരു ഷേപ്പിലാണ്. അതായത് ഇത് ഓൺ മാനുഫാക്ചറിങ് ആണ്. അതായത് വേറെ ഒരു കോപ്പിങ്ങോ ബാക്കിയുള്ള ബ്രാൻഡുകളുടെ പോലത്തെ ഒരു മോഡലിലല്ല അതിൻ്റെ ഒരു ബോർഡായാലും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡയറക്റ്റ് ജസ്റ്റ് അപ്പോൾ CCTV ഇൻസ്റ്റാൾ ചെയ്യുന്ന റെഗുലറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാറ്റ കേബിളും പവർ കേബിളും വെച്ചിട്ടായിരിക്കാം. അപ്പോൾ അതല്ലാതെ ഇത് ഡയറക്റ്റ് നമുക്ക് ലാപ്ടോപ്പിൽ കണ്ടിന്യൂമാതിരി SSD ഒക്കെ ഇടുന്ന മാതിരി ഇതേപോലെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ വളരെ ഇതുണ്ടോ, വളരെ ചെറുതായിട്ട് ലൈറ്റായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന, അതായത് റാക്കിൻ്റെ ഉള്ളിലൊക്കെ സിമ്പിളായിട്ട് റാക്കിലൊക്കെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഹൗസിംഗ് ആണ് അതിൻ്റെ കൊടുത്തുള്ളത്. വളരെ ചെറുതാണ്. പിന്നെ നമുക്ക് ഇത് QR കോഡ് നമുക്കുണ്ട്. ഇതിൻ്റെ TP-Link ഡീറ്റെയിൽസ് കിട്ടാനുള്ള QR കോഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റിയിലൊക്കെ കുറയ്ക്കാണ്. ഇനി നമുക്ക് ഡോം ക്യാമറ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഡോം ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ സെയിം സ്പെക്കാണ്. അപ്പോൾ ബുള്ളറ്റ് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഞാൻ അതിൻ്റെ ഹൗസിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ആണ്. പ്ലാസ്റ്റിക് ഹൗസിംഗ് ആണ്, വെയ്റ്റ്ലെസ് ആണ്. ഇത് 2 സ്മാർട്ട് അര LEDs ഉണ്ട്. നൈറ്റ് കളറായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും ആളുകൾ വന്ന ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഹീറ്ററ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലും കളറായിട്ട് കാണിക്കുന്ന രീതിയിലും എല്ലാ ഫങ്ഷൻസും ഉണ്ട്. വലിയൊരു ഹൗസിംഗ് ആണ് കൊടുത്തുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൽ വരുന്ന മറ്റുള്ള ബ്രാൻഡുകൾ അപേക്ഷിക്കുമ്പോൾ, അതായത് നമുക്ക് ഈ ക്യൂഷനായാലും CP+ ആയാലും DIF ആയാലും അവർ കുറച്ച് മെറ്റൽ ഹൗസിങ്, സെമി മെറ്റൽ ഹൗസിംഗ് ഒക്കെ കൊടുക്കും. നല്ല വെയിറ്റ് ഉണ്ടാകുകയാണ്. അതായത് അത്ര വെയിറ്റ് ഇല്ല.
അപ്പോൾ പ്ലാസ്റ്റിക് ഒരു മെറ്റലും കൂടി ആയിരുന്നെങ്കിൽ വളരെ അടിപൊളിയായിരുന്നു, കുറച്ചുകൂടി സെമി മെറ്റലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. ഇത് വെയ്റ്റ്ലെസ് ആണ്, പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യാൻ സിമ്പിളാണ്, നല്ല ക്യൂട്ടായി കാണാനൊക്കെ ക്യൂട്ടാണ്. എനിക്ക് ഒരു നമ്മൾ സ്ഥിരം പറയുക IP ക്യാമറയിൽ കൂടിയ ബ്രാൻഡൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വെയിറ്റ് ആയിട്ടുള്ള ബോഡി കിട്ടുക. പക്ഷെ ഇത് കുറച്ച് വെയ്റ്റ്ലെസ് ആണ്, എങ്കിലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഒരാരും തരാത്തൊരു ഫംഗ്ഷൻ നല്ല AI ഫങ്ഷൻസ് ആണ്. അത് ഒരു രക്ഷയില്ല, എല്ലാ ഫംഗ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷനാണ് വേണ്ടി വെച്ചാൽ എല്ലാ ഫങ്ഷൻസും ഉണ്ട്. ഒരു വീട് അല്ലെങ്കിൽ ഓഫീസ്, ഫാക്ടറി, എന്തോ ആയിക്കോട്ടെ, അവിടേക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഫങ്ഷൻസും ഈ TP-Linkന്റെ ക്യാമറാസ് കൊടുക്കുന്നുണ്ട്. അത് 2 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. ഇനി ഞാൻ ക്യാമറ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഞാനൊരു ബുള്ളറ്റ് ക്യാമറ ഇതിവിടെ പുറത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, കണ്ടോ. TP-Link VG നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ വയ്ക്കാൻ വേണ്ടി സ്റ്റാൻഡ് വെച്ചതാണ്. ഇങ്ങനെ ഇരിക്കും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. ഇതിൻ്റെ വിഷ്വൽസും അത്യാവശ്യം ഫീച്ചേഴ്സും, ഇത് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ TP-Linkന്റെ ഫീച്ചേഴ്സിനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ജസ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് മാത്രം കാണിച്ചു തരാം. അതിൻ്റെ ഡെമോസ് ചെയ്യാൻ ഒരുപാട് സമയമാണ്, വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഒരു ഡെമോ കാണിച്ചു തന്നിട്ട് ഓരോ വീഡിയോൻ്റെ എക്സാമ്പിൾ കാണിച്ചു തന്നു, ഓരോ AI ഫങ്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ലോങ് വീഡിയോ തന്നെ ആയി. പക്ഷെ നമ്മൾ ഫങ്ഷൻസിനെ ഒന്ന് ഞാൻ ജസ്റ്റ് എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം ഞാൻ. ഓക്കെ, TP-Linkന്റെ 3 മെഗാപിക്സൽ ക്യാമറൻ്റെ ക്ലാരിറ്റിയാണ്, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതാണ് ഡേയിലുള്ള ക്ലാരിറ്റി. നൈറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഡിജിറ്റൽ സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ഒരു ബ്രാൻഡുകളെ പോലെ അല്ല, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത്യാവശ്യം സൂം ചെയ്താലുള്ള ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി. ഇതിൻ്റെ താഴെ തന്നെ നമ്മളുടെ ഫീച്ചേഴ്സ് ഒരുപാട് വന്ന് നടക്കുന്നുണ്ട്. നമുക്ക് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതെല്ലാവരും ഉണ്ട്. ഇമേജ് സെറ്റിങ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് OSD സെറ്റിങ്സ്, മൈക്ക് എനേബിൾ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ മെയിൻ സ്ട്രീം, സബ് സ്ട്രീം, അങ്ങനെ പറഞ്ഞാൽ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ NVR എങ്ങനെ കോൺഫിഗർ ചെയ്യേണ്ടതെന്ന് ആദ്യം മുതൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. TP-Linkന്റെ NVR ആണ്. അപ്പോൾ NVRലെ ഫീച്ചേഴ്സിനെ കുറിച്ച് അതെങ്ങനെ കോൺഫിഗർ ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. DVR ഓപ്പൺ ആയിട്ട് വരികയാണ്. ഫസ്റ്റ് ലോഗോ, നല്ലൊരു ഭംഗിയുള്ള ലോഗോ ആണ്. TP-Link VG എന്നാണ് NVRന്റെ ലോഗോ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അതായത് കൺട്രി സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അതും സ്കിപ്പായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് ന്യൂ പാസ്വേഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാസ്വേഡിൻ്റെ തൊട്ട് താഴെ കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് റീസെറ്റ് ഇമെയിൽ ഫോർ NVR, അപ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാമറയ്ക്കിൻ്റെ പാസ്വേഡ്, IP ക്യാമറ ചെയ്യുമ്പോൾ IP ക്യാമറൻ്റെ പാസ്വേഡ്, അതുപോലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഇമെയിൽ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ സെയിം NVRൻ്റെ വേണമെന്നുണ്ടെങ്കിൽ സെയിം NVR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സെയിം ആയിട്ട് കാണിക്കും. പാസ്വേഡും കാര്യമെല്ലാം എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ സ്ട്രോങ് പാസ്വേഡ് എന്ന് കാണിക്കും, നല്ല പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ കംപ്ലീറ്റ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പാസ്വേഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നെക്സ്റ്റ് ഗെറ്റ് ജസ്റ്റർ പാസ്വേഡ് എന്നുള്ള സംഭവം വരും. അവിടെ പാറ്റേൺ ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ പാറ്റേൺ ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ആസ് എ ഡിഫാൾട്ട് ലോഗിൻ മെത്തേഡ് കംപ്ലീറ്റ് എന്ന് കൊടുക്കുക. അടുത്തായിട്ട് വരുന്നത് ഓട്ടോ ഇൻസ്റ്റാളൈസ് ആണ്. അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ചെയ്തോളും. അല്ലെങ്കിൽ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഓപ്ഷനും 2 ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോ കൊടുക്കാതെ വളരെ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് ഒറ്റ സിംഗിൾ ക്ലിക്കിൽ ക്യാമറ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ക്യാമറാസും വരും. നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. മാനുവലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് മാനുവലി ഞാൻ കാണിച്ചു തരാം, അതായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടി പക്ഷേ എല്ലാവരും ഈസി സ്റ്റെപ്പായിട്ടുള്ള ഓട്ടോ ഇൻസ്റ്റാളേഷനിലേക്കാണ് പോവുക. അപ്പോൾ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. അല്ലോ, ആദ്യം ബേസിക് പാരാമീറ്റേഴ്സ് ഇൻസ്റ്റാൾ ആവാണ്.
ഇതിൽ നമ്മൾ ടൈം ഡേറ്റ് എല്ലാം കൂടി എല്ലാം ഇൻസ്റ്റാൾ ആവും. അതുപോലെ തന്നെ നമ്മുടെ IP ക്യാമറ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇതിൽ ക്യാമറാസ് എത്ര ആഡ് ചെയ്തു എല്ലാം ഡീറ്റെയിൽസും കാണിക്കും. ഇത് ഡിവൈസ് നമ്മളുടെ ബൈൻഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അതിൻ്റെ QR കോഡാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ആപ്പിലേക്ക് ആഡ് ചെയ്യാം, NVR ആഡ് ചെയ്യാനുള്ള QR കോഡിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഡൺ കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ക്യാമറാസ് കണക്ട് ചെയ്തിട്ടില്ല. ക്യാമറ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യാത്തത്. ഇനി ക്യാമറ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കുക. അപ്പോൾ അതിൻ്റെ താഴത്ത് ആഡ് ക്യാമറ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറാസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് ഇവിടെ കാണിക്കും. നമ്മുടെ ഇവിടുത്തെ റൂട്ടറിൻ്റെ IP അഡ്രസ്സ് വരുന്നത് 100.106 എന്നുള്ള അതിൽ സീരീസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ 106 വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് ഒരു 2, 3, 4, 5, 6 എന്നുള്ള ഒരു ഇതിലേക്കും വരാം. അപ്പോൾ അത് നമ്മൾ എത്ര ആഡ് ചെയ്യുന്ന വീടുകളിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ IP അഡ്രസ്സ് എങ്ങനെ വേണമെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തു. ഇനി ഒരുപാട് ക്യാമറ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ഇൻ ബാച്ചസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്യാമറാസിനെ ടിക്കറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ മാത്രം ആഡായി, ഇതിലടിച്ചാലും ആഡാവും. ഇവിടെ മാനുവലി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനൊക്കെ ഈസിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ക്യാമറ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കണക്റ്റഡ് താഴെ കാണിക്കും. മുകളിലാണ് ആഡ് ചെയ്യാത്ത ക്യാമറാസ് വരിക, താഴെ ആഡ് ചെയ്ത ക്യാമറാസും വരും. എന്നിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് TP ലിങ്കിൻ്റെ ക്ലാരിറ്റി വരുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഇപ്പം ഒന്ന് പറഞ്ഞുതരാം. അതായത് AI ഫംഗ്ഷൻ കുത്തി നിറച്ച് വരുന്നൊരു ബ്രാൻഡാണ്. അതും നല്ല പ്രൈസിങ്ങിലാണ് ഈ ക്യാമറാസ് അവർ സെല്ല് ചെയ്യുന്നത്. കാരണം ഇതുവരെ ഒരു ബ്രാൻഡും ആ ഒരു പ്രൈസിങ് വേരിയൻസിൽ ഇത്രയും ഓപ്ഷൻസ് ഒരു ബ്രാൻഡിലും ഞാൻ കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നൈറ്റാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ക്യാമറേൻ്റെ ഫങ്ഷൻസ് തന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫങ്ഷൻസും ഉണ്ട്. അതായത് നൈറ്റ് മോഡ് നമുക്ക് സ്മാർട്ട് LED ആണെന്ന് ഞാൻ പറഞ്ഞു. സ്മാർട്ട് LED ആണെങ്കിൽ തന്നെ നമുക്ക് നൈറ്റ് മോഡിൽ ഇൻഫ്രാറെഡ് ആയിട്ടും സ്മാർട്ടായിട്ടും, അതായത് ആളുകൾ വരുമ്പോൾ ഫ്ലാഷ് അടിച്ചൊരു കളറാക്കി കാണിക്കുന്ന രീതിയിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം കളറാക്കിയിട്ടും കാണിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പണ്ട് മിറർ മോഡ് എന്നുള്ള ക്യാമറേൻ്റെ ഈ സ്ക്രീന് മിറർ മോഡായിട്ട്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റൊട്ടേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാറ്റുറേഷൻ, ഷാർപ്നെസ്, അങ്ങനെ എല്ലാതും കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഫസ്റ്റത്തിനുണ്ട്. രണ്ടാമത് എക്സ്പോസർ എന്നുള്ള ഓപ്ഷനിൽ ഓട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലൈറ്റിംഗ് സെറ്റിംഗ് ഉണ്ടോ, ലൈറ്റിംഗ് സെറ്റിങ്സ് ഇലുമിനേറ്റർ എന്നുള്ള ഓട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ലൈറ്റിൻ്റെ. അടുത്തത് നമുക്ക് ലൈറ്റിംഗ് മോഡ് കണ്ടോ, ഇൻഫ്രാറെഡ് ലൈറ്റിംഗ്. അതിന് പകരം നമുക്ക് വൈറ്റ് ലൈറ്റ് ഇലുമിനേഷൻ എന്നാണ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഫുള്ളി കളറാക്കിയിട്ട് കാണിക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഫുൾ കളർ മോഷൻ ഡിറ്റക്ഷൻ ഈ മോഡിൽ ഇടുമ്പോഴാണ് നമുക്ക് ആളുകൾ വരുമ്പോൾ നമുക്ക് ഫുൾ കളർ മോഷൻ ഡിറ്റക്ഷൻ എന്നുള്ള ഈ ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ആളുകൾ നമ്മൾ ഫ്ലാഷ് അടിച്ചുകൊണ്ട് കാണിക്കുന്ന ഫംഗ്ഷൻ ആവുന്നത്. ഇതാണ് സ്മാർട്ട് വൈറ്റ് ലൈറ്റ് സ്റ്റാൻഡേർഡ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിൻ്റെ ലെവലാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം. അത് 50ൽ ലോക്കഡാണ് കേട്ടോ. അടുത്ത WDR ഞാനിവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. വൈഡ് ഡൈനാമിക് റേഞ്ച് എന്നുള്ളതാണ് WDR. അത് നമുക്ക് ലൈറ്റിംഗ് ഇല്ലാത്ത ഭാഗത്ത് ലൈറ്റിംഗ് വരാൻ വേണ്ടി WDR ഉപയോഗിക്കുക. അത് വൈറ്റ് ബാലൻസിങ് ആണ്. HLC പറഞ്ഞാൽ ഹൈ ബീം ലൈറ്റാണ്. ഹൈ ബീം ലൈറ്റ് നമുക്ക് വണ്ടികളുടെ വെളിച്ചത്തിലൊക്കെ അവരുടെ ഈ അക്കങ്ങളും നമ്മുടെ ഒരുപാട് വെളിച്ചം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ആ വെളിച്ചത്തിൻ്റെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് ലെറ്റേഴ്സ് വായിക്കാനും ആളുകളെ തിരിച്ചറിയാനൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷനാണ് HLC. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇനി നമുക്ക് AI ഫങ്ഷൻസ് ആണ് നമ്മളുടെ NVRൽ നോക്കാനുള്ളത്. നമുക്ക് അത്രയും കൂടുതൽ AI ഫങ്ഷൻസ് ഒരു ബ്രാൻഡിനും വന്നിട്ടില്ല. അതായത് ബേസിക് മോഡൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഇവൻ്റ് ഡിറ്റക്ഷൻ, അതായത് ഫസ്റ്റ് തന്നെ മോഷൻ ഡിറ്റക്ഷൻ, അതെല്ലാവരും ഉള്ളതാണ്. രണ്ടാമത്തേതുള്ളത് ക്യാമറ ടാമ്പറിങ്, ക്യാമറ ആരെങ്കിലും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ ക്യാമറ ക്ലോത്ത് കൊണ്ട് മറച്ചിടുക, അങ്ങനത്തെ സംഭവം. ക്യാമറ ടാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ എനേബിൾ ചെയ്യാം നമുക്ക്. പിന്നെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
അപ്പോൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മീൻസ് നമുക്ക് പെട്ടെന്ന് ഈ മോഷൻ ഡിറ്റക്ഷൻ പോലെ തന്നെയാണ് പെട്ടെന്ന് ഒരാൾ അതിലേക്ക് ഒരു അറ്റാക്ക് രീതിയിൽ പെട്ടെന്ന് വരുന്ന രീതിയിൽ നമ്മുടെ നുഴഞ്ഞു കയറി വരുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് അത്. പിന്നെ ലൈൻ ക്രോസിങ് നമുക്ക് ഒരു കണ്ടോ ലൈൻ കണ്ടോ സെൻറ്ററിൽ അങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് ഇതായാലും ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സിസ്റ്റമാണ് ലൈൻ ക്രോസിങ്. നമുക്ക് എവിടെ വേണമെങ്കിലും വരച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. എന്താ പറയുക ക്ലിയർ ചെയ്തു ഇവിടെ ഓൺ ആക്കണം, എനേബിൾ ചെയ്തു, ക്ലിയർ ചെയ്തു. ഇത് നമുക്ക് ഞാനിതാ എൻ്റെ ഷോപ്പിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് ഇത് കൂടെ ആരെങ്കിലും കയറി വന്നാൽ ഇവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വരണം. അത് നമുക്ക് വീടിൻ്റെ ഡോറിൻ്റെയോ എവിടെ വേണമെങ്കിലും കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ ഫംഗ്ഷൻ. രണ്ടാമത്തേത് റീജിയണൽ എൻട്രൻസ് ഡിറ്റക്ഷൻ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ആര് എൻ്റർ ചെയ്തു, അത് ഇത് ഓഫീസാണെങ്കിലും എന്തെങ്കിലും ഫാക്ടറി ആണെങ്കിലും അത് എൻട്രിങ് ഡിറ്റക്ഷനാണ്. നമ്മൾ എൻ്റർ ചെയ്തതിൻ്റെ ആളുകളുടെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുന്നു. അവരുടെ ഫോട്ടോസും അവരുടെ മോഷൻ ഡിറ്റക്ഷൻ വീഡിയോസും നമുക്ക് കാണാൻ പറ്റുന്നൊരു ഓപ്ഷൻ. എക്സിറ്റ്, പിന്നെ അത് എക്സിറ്റും ഉണ്ട് അതുപോലെ തന്നെ. പിന്നെ ഒബ്ജക്റ്റ് അബണ്ടൻ സെറ്റിങ്സ് ആണ്. ഇതിൻ്റെ ഡിറ്റക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും റോഡ് സൈഡിലൊക്കെ വലിച്ചെറിയ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഇട്ട് പോകുന്നൊക്കെ അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന സിസ്റ്റമാണ്. പിന്നെ വെഹിക്കിൾ ഡിറ്റക്ഷൻ, നോർമലി വണ്ടികളൊക്കെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ വെഹിക്കിൾ ഡിറ്റക്റ്റഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് വരുന്നു. അതുപോലെ ഹ്യൂമൻ ഡിറ്റക്ഷൻ. അപ്പോൾ ഹ്യൂമൻ എന്നുള്ള ആര് വന്നാലും ഹ്യൂമൻ ഡിറ്റക്റ്റഡ് എന്നുള്ള മെസ്സേജസ് വരാളും. അദ്ദേഹത്തിൻ്റെ ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൻ്റെ കളർ കോഡ് അടക്കം മെന്നാണോ വുമണാണോ എന്നൊക്കെ കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്ന VMS സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് കാണിക്കും. പിന്നെ സ്മാർട്ട് ഫ്രെയിം പറഞ്ഞപ്പോൾ ആളുകളുടെ മുന്നിലുണ്ടെങ്കിൽ ഇത് ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു ടോട്ടൽ ചതുരത്തിൽ അവരെങ്ങനെ കാണിക്കും പ്രത്യേകമായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നത് എക്സ്പ്രഷൻ ഡിറ്റക്ഷനാണ്. അത് നമുക്ക് പല രീതിയിലുള്ള നമ്മൾ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യാതിരിക്കുക, ഹാർഡ് ഡിസ്ക് ഫുള്ളാവുക, ഇതിനെന്തെങ്കിലും കംപ്ലൈൻറ്റുകളുണ്ട്, അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്ക് എനേബിൾ ചെയ്താൻ പറ്റുന്ന ക്യാമറാസിനെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് AI ഫീച്ചേഴ്സ് നമ്മുടെ TP-Link വിജിയിൽ എന്നുള്ള ഈ ഒരു ബ്രാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ബ്രാൻഡും ഇങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിട്ടില്ല. ഇത് ഒരു ദിവസം ഇരുന്ന് പറയാനുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ VMS സോഫ്റ്റ്വെയർ അതിൽ ഈ മെന്നിനെ വുമണിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതുപോലെ ഒരു കളർ ഡ്രസ് കോഡും വണ്ടികളുടെ കളറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഫേസ് ക്യാപ്ചർ ചെയ്യുന്നത് ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഒരു നിമിഷം കൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തീർക്കാവുന്നതല്ല. അത് എക്സാമ്പിൾ കാണിച്ചിട്ട് ഒരുപാട് എടുക്കാവുന്ന ഒരു വീഡിയോസ് തന്നെ ഒരുപാട് കണ്ടന്റ് തന്നെയാണ്. അപ്പോൾ ഇത് നല്ലൊരു ബ്രാൻഡാണ്. ഇപ്പോൾ ഇനി ഫ്യൂച്ചറിൽ AI ഫങ്ഷൻസിൻ്റെ ഒരു കാലഘട്ടമാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ TP-Link ഇത്രയും ഫങ്ഷൻസ് തന്നെ ഇത്രയും പ്രൈസിൽ ഇറക്കിയതുകൊണ്ട്, പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറൗണ്ട് 3500 റുപ്പീസിന് സ്റ്റാർട്ടിങ് ക്യാമറാസ് നമുക്ക് നോർമലി കിട്ടാവുന്നതാണ്. പ്രൈസ് ഞാനിവിടെ പറയുന്നല്ല, അധികം ഓരോ ഡീലർമാർക്കും കസ്റ്റമർക്കും വ്യത്യസ്ത രീതിയിലുള്ള പ്രൈസിങ് ആയിരിക്കും. നോർമലി ഈ ഒരു പ്രൈസിന് കിട്ടും, ചിലപ്പോൾ ഇതിനെ കുറച്ചിട്ടോ കൂട്ടിയിട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. അപ്പോൾ ഇത്രയും പ്രൈസിങ്ങിൽ അവരിത് ചെയ്തിട്ടുണ്ട്. അതുപോലെ NVR-നൊക്കെ നോർമൽ എല്ലാ ബ്രാൻഡിൻ്റെയും പോലും പ്രൈസാണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ക്യാമറയും NVR-നെയും നമുക്ക് റിമോട്ട്ലി എവിടെ നിന്നിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫങ്ഷൻസും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതാണ് TP-Linkൻ്റെ AI ഫങ്ഷൻസ്. ഇത്രയും ഫങ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡീപ്പായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലോങ് വീഡിയോ ആയി പോകും. അപ്പോൾ താങ്ക് യു.